ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. ഇന്നൊരു ഒഴിവ് ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് വയനാട് കയറിയാലോ എന്ന് കരുതി ഞാൻ ഇറങ്ങിയതാണ്. ഇതിലെ ഈ ചെറുതിന് വരെ മുകളിൽ കയറിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ, കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ ഓനി അവിടെ കയറ്റി വെച്ചതാണ്. ചുരം കയറിയ പാടെ നമുക്കൊക്കെ വിശന്നിട്ടോ, കാരണം ഞങ്ങൾ ഏകദേശം പോരിന് തന്നെ 10 മണിയൊക്കെ ആയിരുന്നു. മക്കൾ മദ്രസൊക്കെ വിട്ട് വന്നാരാണ് പ്ലാനിങ് തന്നെ നടക്കുന്നത്. ഞങ്ങൾ എങ്ങോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താലും ആദ്യം നമ്മളെ ഡിസ്ട്രിക്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ വയനാട്. പിന്നെ നമുക്ക് എത്ര കണ്ടാലും വീണ്ടും കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ ബാലൻസ് ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് തന്നെ തോന്നിയും വെക്കുക. അങ്ങനെ ഞങ്ങൾ ഇലയിലൊക്കെ നാടൻ ചോറ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ തന്നെ കയറിയിട്ടോ. ഞങ്ങൾ യാത്രയിൽ തോന്നി നാടൻ ചോറ് തന്നെയാണ് കഴിക്കാറ്. അത് മാത്രമല്ല, ഞങ്ങൾ യാത്രകളിൽ തോന്നി എക്സ്പെൻസ് മാക്സിമം കുറച്ചിട്ടുണ്ട് പോലെ. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ പോകും. പിന്നെ ഞങ്ങൾ പോയ വയനാട് ഹണി മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അവിടേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പോവാത്ത സ്ഥലം തന്നെ ചൂസ് ചെയ്തതാണ്. അടുത്ത് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇളച്ചിനങ്ങനെ ചെറിയ കളിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓളോട് കൂളിംഗ് ഗ്ലാസ് നിർബന്ധിച്ച് വെപ്പിച്ചായിട്ട് ഓളങ്ങനെ മോട്ടറാക്കി കൊണ്ടിരിക്കുകയാണ്. ഇത് മദാമന്റെ കുട്ടിയാണ്. ഞങ്ങളിതാ വയനാട്ടിൽ തേനീച്ചിന്റെ പാർക്കിക്ക് വന്നതാണ് മക്കളെ. ഇളച്ചതാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ദമ്മിൽ നിൽക്കണ്. മക്കളൊക്കെ അതാണ്. ടിക്കറ്റ് ഉണ്ടോ പഠിച്ചാന്നറിയാം, കയറിയൊക്കെ ഏതാണ് നിർത്തിട്ടേന്. പക്ഷെ എവിടെയും പാർക്കിംഗ് ഉണ്ട്. ടിക്കറ്റൊക്കെ അവിടെ മക്കളെ കൊണ്ട് പോരി മക്കളെ. അവിടെ ടിക്കറ്റിന് അഡൾട്ടിന് 30 കുട്ടികൾക്ക് 20 ആയിട്ടാണ് കേട്ടോ. കുട്ടികൾ പിന്നെ ഇവിടെ വന്ന പാടന്നെ ഇവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട്, അതിലേക്ക് ഓടി. അപ്പം കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ഓൾക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും പുറത്ത് ഓൾക്ക് സംഭവങ്ങൾ. പിന്നെ ഞങ്ങൾ കുട്ടികളൊക്കെ പിടിച്ചായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ, കാരണം ഓൾക്ക് പഠിക്കാനുള്ള കുറേ സംഭവങ്ങൾ. ഉള്ളിലേക്ക് ഉണ്ടാക്കണ തേനിനെ ശുദ്ധീകരിക്കുന്ന മെഷീൻസ് ആണ്, തേൻ ശുദ്ധീകരിക്കുന്ന പ്ലാന്റ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന തേനിലേക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ്, ജലത്തിനംശം കൂടുതൽ. കാരണം ഇവിടെ മഴ കൂടുതലായതുകൊണ്ട് തന്നെ തേൻ അബ്സോർവ് ചെയ്യും, ഈ ഹ്യൂമിഡിറ്റി അബ്സോർവ് ചെയ്യും. ഹൈഗ്രോസ്കോപ്പിക്കാണ് തേൻ. അതുകൊണ്ട് ഇത് പ്യൂരിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയർ ഈ ചിലപ്പോൾ ഈ തേനി പെർമനന്റ് ആവാൻ ചാൻസ് ഉണ്ട്, കുളിച്ചു പോകാൻ. ഓൾറെഡി കുളിപ്പിക്കുന്നതിന് കാരണമുള്ള ഈസ്റ്റ് തേൻ പ്രസന്റ് ആണ്. അത് വരുന്നത് പൂക്കൾ വഴിയും അല്ലാതെ വൃത്തിഹീനമായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മൾ തുടയാം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ്. നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് ഈസ്റ്റ്. അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുളിച്ചു പോകാൻ ചാൻസ്. അപ്പോൾ പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ തേൻ കുളിക്കാതെ നമുക്ക് വർഷങ്ങളോളം നമുക്ക് വെച്ച് ഉപയോഗിക്കാം. അതായത് നാച്ചുറൽ ടേസ്റ്റോ സ്മെല്ലോ മാറാതെ വർഷങ്ങളോളം തേനെ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ്സിങ് ചെയ്യുന്നത്. 3 ഉദ്ദേശമാണ്. ഈ കുളിക്കുന്നതിന് കാരണമാണ് ഈസ്റ്റിനെ നീക്കം ചെയ്യുകയും അധികമായി നിൽക്കുന്ന വെള്ളത്തിൻ്റെ അംശത്തെ കുറയ്ക്കുകയും ബോഡി പടങ്ങളുണ്ട്, അതായത് വാക്സ് ഉണ്ട്, തേനീച്ചയുടെ ബോഡി പാർട്സ് ഒക്കെ. സ്റ്റാഫ് പ്രോസസ്സിംഗ് ഒക്കെ കറക്റ്റ് പറഞ്ഞു തന്നെ കേട്ടോ. ഇയാൾ നമ്മളെവിടോ കണ്ട് പരിചയമുണ്ടല്ലോ. അവിടെ ഹണീബി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. ലൈഫ് സൈക്കിളൊക്കെ ഉണ്ട്. അത് തന്നെ പ്രത്യേകമായിട്ട് ഒരു സ്റ്റാഫ് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. മുട്ടയിടുന്ന മുമ്പ് റാണിക്ക് മുട്ടയിടാൻ പറ്റും. റാണിയായിരിക്കും ആ കുട്ടികളെ എല്ലാ തേനീച്ചയുടെ അമ്മ. റാണിക്ക് 1000 മുകളിൽ മുട്ടയിടാനും പറ്റും. റാണിക്ക് 5 വർഷത്തോളം ജീവിക്കാനും പറ്റും. റാണി കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡുണ്ട്, റോയൽ ജെല്ലി. ബാക്കിയുള്ള തേനീച്ചകൾ കഴിക്കുന്ന തേന് പൂമ്പൊടി വെള്ളം. പക്ഷെ റാണി കഴിക്കുന്ന റോയൽ ജെല്ലി. സാധാരണ വേനൽക്കാരിയായ വരേണ്ടത് പെൺകുട്ടികൾ തന്നെയാണ് റോയൽ ജെല്ലി എന്ന് പറയുന്ന ആഹാരം കൊടുത്ത് അവർ റാണിയായിരിക്കും കേട്ടോ തേനെടുക്കുന്നത്. ഇവരെടുക്കുന്നത് പൂക്കളുള്ള സമയത്ത്, പിന്നെ കിട്ടാത്തൊരു സമയമുണ്ട്. വേനൽക്കാലത്തും മഴക്കാലത്തൊന്നും കിട്ടത്തില്ല. ആ സമയം കഴിക്കാനായിട്ട് എടുത്തു വയ്ക്കുന്നതാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ ഫ്ലേവറുള്ള തേനുകളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തേൻ എടുക്കണ കോട്ടാണിത്. ടേസ്റ്റൊക്കെ തരുന്നുണ്ട്. മറിയണി നല്ല മുന്നേറ്റ നല്ല ക്യൂ ആണ് അവിടെ. ടേസ്റ്റ് കൊടുത്താൽ അത് പിടിക്കുക, പറഞ്ഞു പിടിക്കുക. 2 വിധത്തിലാണ് തേൻ കിട്ടുന്നത്, മൾട്ടി ഫ്ലവറായിട്ടും മോണോഫ്ലവറായിട്ടും. എന്ന് വെച്ചാൽ കൂട്ടായ പൂക്കളും തനിയുള്ള പൂക്കളും. ഇതൊരു ഗവൺമെൻറ് സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പ്ലാന്റേഷനിൽ പൂക്ക് തനിച്ച് പെട്ടിയൊക്കെ വെച്ച് ഡയറക്റ്റ് എടുക്കുന്നതാണ്. മറ്റുള്ള ഫ്ലവർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, നാച്ചുറൽ. ഇത് തുളസിൻ്റെ പ്ലാന്റേഷനിൽ
ഇത് നമുക്കും കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, ജലദോഷം, കഫക്കെട്ട്, ആസ്മ, അലർജി, ഇമ്മ്യൂണിറ്റി കുറയാം. അതുപോലെ മെമ്മറി ലോ പഠിക്കുന്നതൊക്കെ മറന്നു പോകും. മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് തുളസി. രാമതുളസി, പൂജാ തുളസി അല്ല രാമതുളസി. പെണ്ണുങ്ങളുടെ വേ ചാട്ടി വീണ് എടുത്തു. ഞാനും എടുത്തിട്ടോ ഒരു ഇത് സ്പൂണ്. ഇത് കുറച്ച് കായ്ക്കും. കുട്ടിക്ക് എത്ര വയസ്സായി? ഒരുപാട് കൊടുക്കില്ല, മതിയാ കൊടുത്ത മരുന്ന് കൊടുക്കില്ല. ഒരു വയസ്സിൻ്റെ ശേഷം ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട് നോക്കണ്ട. ഒരു വയസ്സൊന്നും കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൈ കൊടുക്കാൻ പാടില്ല. എനിക്ക് കിട്ടിയിട്ടാണ് 1 year, ഒരു കൊല്ലം കഴിഞ്ഞു. ഇത് വയനാടും കാട്ടുതന്നെ പ്രത്യേകത അത് കുതിരത്തിലില്ല, വെട്ടി വെക്കുന്നതല്ല. ഇതാണ് നമുക്ക് ബോൺസ് മസിൽസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. സ്പോർട്സ് അണി, പിന്നെ റെഡ്ലെസ് അണിയുണ്ട്. ബോൺസ് മസിൽ നല്ല സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫ്രീ വർക്കൗട്ട് കിട്ടുമല്ലോ. കുറച്ച് ട്രൈ ടേസ്റ്റ് നോക്കാം. ഞാൻ വീണ്ടും കൈയ്യാക്കി. കാട്ടുതന്നെ സത്യം പറഞ്ഞാൽ 1 വയസ്സിൻ്റെ മുമ്പുള്ള കുട്ടികൾക്കൊന്നും തേനൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കലുണ്ട്. 12 അടുത്ത് പോരുന്നില്ല. പിന്നെ അയാൾ നമ്മളെയും പറ്റിച്ച് ഇതാ ഒരു കുപ്പി മാളെ കയ്യിൽ ഇപ്പം എല്ലാം കാണിച്ചു കൊടുക്കേ. നമ്മളും വാങ്ങിയൊരു കുപ്പി ഷോ നാടൻ കേട്ടോ. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. മരത്തടികൾ കൊണ്ട് ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസും. അങ്ങനെ ഞങ്ങൾ ഒരു കാട്ടുതേൻ്റെ കുപ്പി വാങ്ങിട്ടോ. പിന്നെ അവിടെ മരത്തടിയിലുണ്ടാക്കിയ കരകൗശല വസ്തുക്കളുണ്ട് കേട്ടോ, ഒരുപാടായിട്ടുണ്ട്. പല ഐറ്റംസും ഉണ്ട് കേട്ടോ, പല പല സാധനങ്ങളും. പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇങ്ങനെ ഭംഗിക്ക് വെക്കാനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളെ ചെക്കനെ ഉട പോയാലും വണ്ടി ഐറ്റംസ് എന്ത് പെട്ടെന്ന് കാണട്ടോ. അതുകൊണ്ട് തന്നെ ഓനെങ്ങനെ മറച്ചു പിടിച്ച് നടക്കുക. എന്നാലും അത് കണ്ടണേ. പെണ്ണുങ്ങളൊക്കെ എടുത്ത് നോക്കി ഫോട്ടോ എടുപ്പിച്ച വാങ്ങുന്നില്ല അവള്. അവിടെ ചോക്ലേറ്റും പിന്നെ ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. മക്കളവിടെ കൂടുതൽ നേരം നിർത്താൻ വയ്യ കേട്ടോ. പല പല ഐറ്റംസ് സാധനം പെട്ടെന്ന് കണ്ണു പിടിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഓരോന്ന് വാങ്ങിത്തരുമോ എന്ന്. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് തിന്നാൻ പറ്റുന്ന ഒരു പുളിമുട്ടായി വാങ്ങിട്ടോ. അത് വാങ്ങി ജസ്റ്റ് അതിലൂടെയൊക്കെ എല്ലായിടത്തും ഒന്ന് കണ്ണുപിടിച്ചില്ല. ആ സാധനങ്ങളൊന്ന് കണ്ട് മെല്ലെ നമ്മളിറന്ന് ഇറങ്ങാനായിരുന്നു. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അറിയാതെ ഇങ്ങനെ നോക്കിന്ന് പോകുമല്ലോ. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഞങ്ങളൊന്ന് വെറുതെ എടുത്തിട്ട് നോക്കുകയാണ്. പോരി എല്ലാവരും കൂടി തൊട്ടപ്പുറത്ത് മേലെ കയറിയപ്പോൾ അങ്ങോട്ട് നോക്കി ജമുന പ്യാരി ആരൊക്കെ പൊതിരല്ലേ. ഏതാണ് ആട്? കുതിരല്ലേ, ആടാണ്. ഇതെന്താ കൈത ഫേസിന് എൻ്റെ അതേമാതിരി ആട് വേറെ ഉണ്ട്. ആടാണ് ആ കാണുന്നത്. ഓ എൻ്റെ മോനെ പുലിക്കുട്ടി. തേനീച്ചക്കൂട് കാണാൻ വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ബിൽഡിംഗ് തട്ടത്. ബിൽഡിംഗ് അല്ല, അപ്പുറത്തെ മ്യൂസിയം. എന്തായാലും ഒരൊക്കെ തേനീച്ച ഉണ്ടല്ലോ. ആ ഭാഗം നോക്കിയിട്ട് മക്കളെ പോയ തോട് ആയിരിക്കാം. അവിടെ തന്നെ കപ്പിൾസിനൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു തോടും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അടുത്ത സ്പോട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.